ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോമ്പാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക രാവിലെ നമുക്ക് എത്രത്തോളം ടൈം ലാഭം കിട്ടും എന്നുള്ളതല്ലേ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കിഡിലൻ കോംബോ തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ദോശയിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ചട്നി റെഡിയാക്കി വെക്കാം. അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞ് തന്നെ പിന്നെ ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ 2 എടുക്കാം, നല്ല വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 1 തക്കാളി മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നത് വറ്റൽ മുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് നോക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളകായതുകൊണ്ട് ഒരു 5-6 ചെറിയ മുളകായതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങളിൽ എരിവുള്ളതും കാശ്മീരി രണ്ടും ഉണ്ടെങ്കിൽ ഹാഫ് ആയിട്ട് ചേർക്കാം കേട്ടോ. ഒരു 3 എരിവുള്ളതും 3 കാശ്മീരി ആയിട്ട് ചേർത്താൽ നല്ല ഭംഗിയുള്ള കളറും ഉണ്ടാവും, എന്നാൽ അത്യാവശ്യം എരിവും ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇതിലേക്ക് പുളി വേണം കേട്ടോ. പുളി എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം. ഞാൻ ഇതുപോലൊരു കുഞ്ഞു പീസ് ആദ്യം ചേർക്കുന്നുണ്ട്. കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കളയണേ. എന്നിട്ട് പിന്നീട് ലാസ്റ്റ് അടിച്ചെടുത്തിട്ട് ഒന്നുകൂടി വേണ്ടിക്ക് ചേർത്താൽ മതി. കാരണം ഓവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് കറക്റ്റായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, അതിൽ കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, വെല്ലയില്ല നമ്മുടെ, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വെല്ലം ചേർക്കുമ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർക്കട്ടെ. കാരണം ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എരിവും പുളിപ്പും മധുരം ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ചട്നിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് ആദ്യം കുഞ്ഞു പീസായിട്ട് 3 പീസ് വെല്ലം ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണ്ടിക്ക് ചേർത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചേർക്കുന്നത്, നമ്മൾ ഫസ്റ്റ് വറ്റൽ മുളക് എരിവുള്ളതെല്ലാം ഇട്ടിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ലാതെ കൊണ്ട് ഞാൻ കാശ്മീരി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്, മുളക് പൊടി. കാരണം അതാകുമ്പോൾ അത്യാവശ്യം കളർ ഉണ്ടാവും. അല്ലെങ്കിൽ നോർമൽ മുളക് മാത്രം ഇട്ടതിന് ഒട്ടും തന്നെ കളർ കാണില്ലല്ലോ, നല്ല ഭംഗിയുള്ള. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു ടൈമിൽ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ചേർത്തില്ല, അതുകൊണ്ട് അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരും. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂണൊക്കെ ആയിട്ട് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു തവണ ഇതുപോലെ അടിച്ചെടുത്ത് വന്നിട്ട് അതിലേക്ക് പുളിയും ഉപ്പും മധുരമൊക്കെ കുറവുള്ളത് കൊണ്ട് ഞാൻ 1 പീസ് അളവിൽ പുളിയും കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു 2 പീസ് അളവിൽ കുഞ്ഞ് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം ഒരു തവണ കറക്കുക, എന്നിട്ട് നോക്കുക കേട്ടോ എന്തെല്ലാം കുറവുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അല്ലാതെ ആദ്യം തന്നെ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ വീണ്ടും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയില്ല, നമുക്കൊന്ന് ഇത് കാച്ചി പാരുമല്ലോ, താളിച്ചൊഴിക്കുമല്ലോ, അങ്ങനെ ചെയ്തെടുക്കേണ്ട പരിപാടിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റൻറ്റ് ചട്നിയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി എണ്ണയുടെ. ചിലവർക്ക് ചട്നിയിലൊക്കെ ഓവർ എണ്ണ താല്പര്യം ഉണ്ടാവും. ഞാൻ പിന്നെ അത്രക്കൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം കടുക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ, നിങ്ങളുടെ ചട്നിയുടെ അളവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ഉഴുന്ന് പരിപ്പില്ല, അത് ഈ ചട്നിയിൽ നിന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ, ചമ്മന്തിയിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 പീസ് അളവിൽ വറ്റൽമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കുക, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം അത്യാവശ്യം മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ചട്നി മൊത്തത്തിലായിട്ട് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചട്നി കുറച്ച് ലൂസായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഓവർ അങ്ങനെ ലൂസായിട്ട് ഇടാൻ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം തന്നെ 1.5 കപ്പ് അളവിൽ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സെയിം അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് ചേർത്തിട്ട് പിന്നെ 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ ചേർക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് ചേർക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള 2 കൂടി ചേർക്കുക. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് 4 കപ്പാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. പക്ഷേ ചില അരിപ്പൊടിയിൽ നമുക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 1/2 കപ്പോ 1 കപ്പോ എക്സ്ട്രാ ചേർക്കുക. ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസായിട്ടിരിക്കണം. നമ്മൾ നീർദോശയ്ക്ക് ഉണ്ടാക്കുന്ന ബാറ്ററില്ല അതുപോലെ ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസ് തന്നെ മാവ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെജീസ് ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒരു സവാള മൊത്തത്തിൽ കട്ടാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് പച്ചമുളകും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ചെറിയ പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ടാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കേട്ടോ. ഇതൊക്കെ എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ, അത് നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ക്യുമിൻ സീഡാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്നുകൂടി മിക്സാക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്ററി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലൂസ് ഉണ്ട് എന്നുള്ളത്. നമുക്കിത് കോരി ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ നോർമൽ ദോശ ചുടുന്ന പോലെ ചുറ്റിച്ചെടുക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ട് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ദോശയായിട്ട് മാറിക്കോളും. കാരണം നമ്മളിത് റവ ചേർത്തല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റോളം വെക്കുക. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. കാരണം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് മുകളിൽ വെള്ളം മാത്രം ഊറി നിൽക്കും, അടിയിലേക്ക് മാവ് പോയി നിന്നിട്ട്. അപ്പോൾ അടിയിൽ നിന്നേ തൊട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ കോരി ഒഴിക്കുക. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇനി ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ദോശ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും കുറച്ചൊരു വലിയ സൈസ് ബൗൾ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. സ്പൂണിനാ കാണാം. അതാകുമ്പോൾ നല്ലൊരു ഫ്ലോയിലിങ് ഒഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ മാവ്. അപ്പോൾ ഓവറായിട്ട് തിക്കായിട്ട് ഒഴിക്കേണ്ട, കാരണം നേരിയ ദോശ നല്ല ക്രിസ്പായിട്ട് കഴിക്കാനാണ് കേട്ടോ ഇത് ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നീർദോശയുടെ ആ ഒരു സെയിം രീതി തന്നെ, മസാല നീർദോശ എന്ന് വേണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് നെയ്യാണ് തടവി കൊടുക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം. നെയ്യിലാണ് കേട്ടോ എനിക്കൊന്നുകൂടി പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളത്. നല്ല ഫ്ലേവർ ഉണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഒന്നങ്ങ് സെറ്റായി വരുമ്പോൾ മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ കളറ് മാറി ക്രിസ്പായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൈഡൊന്ന് ജസ്റ്റ് വെടിയിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കളറ് മാറിയത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നോക്കുക കേട്ടോ, ഓവർ കരിയാൻ നിൽക്കണ്ട. ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ചൂടോടെ കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ ചട്നി പോലും വേണ്ട, തനിയെ മതി. വെറുതെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയിൽ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഓരോന്നിലും അടിയിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുകൾ ഭാഗത്ത് മാത്രം എണ്ണയോ നെയ്യോ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നെയ്യ് യൂസ് ചെയ്യുമ്പോൾ നല്ല നാടൻ നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ പുയർ ബോക്സിൻ്റെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അറിയാലോ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അത്രയ്ക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദോശ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചട്നിയും കൂടി ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെ. സൂപ്പർ കോമ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് തുടങ്ങാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി അൺബോക്സിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അത്രയും നമ്മൾ പലരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഫ്രൈഡ് ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് ഒരു ഫ്രൈഡ് ഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ക്യൂൺ ബീസ് കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേജ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും പർച്ചേസ് ചെയ്തോ. അത്രയും വെറൈറ്റി കളക്ഷൻസ് ഓഫ് ഫ്രൈഡ് ഡ്രസ്സസാണ് അവരുടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അവർ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണ്ടിക്കലും, ഏത് വെറൈറ്റി കളേഴ്സ് വേണ്ടിക്കലും, അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റിൽ വേണ്ടിക്കലും, അങ്ങനെ എല്ലാ കളേഴ്സിൽ വേണ്ടിക്കലും നിങ്ങൾക്ക് അവർ ചെയ്ത് തരും. അപ്പോൾ നോർമൽ നമ്മൾ നിസ്കാര കുപ്പായ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ
നമ്മുടെ അധിക പേരുടെ വീട്ടിലുണ്ടാവുക മക്കനെ വേറെ കെട്ടുന്നതും കുപ്പായം വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള നിസ്കാര കുപ്പായമായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു നിസ്കാര കുപ്പായത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ എന്ന് പറയുമല്ലോ, നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് മക്കനെയും കുപ്പായം ഒക്കെ ജോയിൻ്റ് ആയിട്ട് ഒന്നിച്ചിട്ട് ഒരു ഫ്ലെയർ പോലെ അങ്ങ് ഇടൽ മാത്രമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളുമാണ്, പരിപാടി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തലഭാഗത്ത് വരുന്ന നമ്മുടെ ഈ ഒരു മക്കനെയായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി നാട വെച്ചിട്ടാണ് എനിക്കിപ്പോൾ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള നാട വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. അതിന് പകരം നിങ്ങൾക്ക് എലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ വേണ്ടിക്ക് അങ്ങനെയും ചെയ്തു തരും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ മോഡലും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാ പേജിൽ തന്നെ പല വെറൈറ്റി മോഡൽസ് ഉണ്ട്, അതിലേതെങ്കിലും ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജും ഉണ്ട്. ക്യൂൺ ബേസ് കളക്ഷൻസ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു സ്ലീവ് കണ്ടില്ലേ, ഇതൊരു എലാസ്റ്റിക് വരുന്ന മോഡലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പായിട്ടും പല ഡിസൈൻ കൊടുത്തിട്ടൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ക്യൂൺ ബേസ് കളക്ഷൻസിൻ്റെ ഒന്ന് ഇൻസ്റ്റാ പേജ് ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ക്യൂൺ ബീസ് കളക്ഷൻസിൻ്റെ ഗിഫ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്